വന്നു. അടുത്ത വീട്ടിലെ കുട്ടിയുടെ കയ്യില് ഒരു കത്ത് കൊടുത്തു വിട്ടു. അച്ഛൻ കാണാണ്ട് പടക്കിനിയുടെ പിന്നാമ്പുറത്തോടെ രാത്രിയിൽ ഇറങ്ങി പോരാണ്ടായ. ഇനി ഇല്ലത്തേക്ക് ഞാനില്ല. പറ്റുമെങ്കിൽ എവിടെയെങ്കിലും പോയി ഇന്ന് തന്നെ ഒരു മാലയിടും. എത്രയും പെട്ടെന്നൊരു സിവിൽ മാരേജ്. കയറി ചെല്ലാൻ ഒരു വീടും കൂടി ഇല്ലാണ്ടായി എനിക്ക്. ആകെ ചോദിക്കാനും അനുവാദം വാങ്ങാനും ഉള്ളത് ഇവിടെയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇല്ലത്തെ കയറി ചെല്ലാൻ പറ്റാണ്ടുള്ളൂ മയമേ. ഈ വീടുണ്ട്, ടീച്ചറും ഞാനും ഉണ്ട്. ഞങ്ങൾ നടത്തിത്തരും. മുന്നിൽ നിന്ന്, അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന്. സത്യം പറഞ്ഞ മായമ്മ ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോന്ന നേരം തൊട്ട് ഇന്ന് രാവിലെ ചടങ്ങ് കഴിയണവരെ എന്റെ മനസ്സിൽ തീയായിരുന്നു. ആ അച്ഛൻ തിരുമേനി ഏത് സമയത്താ വഴക്കിനും ബഹളത്തിനും കയറി വരികയെന്ന്. ആര്? ആ ശകുനം മുടക്കിയോ? മരങ്ങോടൻ. ഒഴിഞ്ഞു കിട്ടിയത് ലാഭമായി എന്ന് കരുതും അയാള്. ഞാൻ അന്വേഷിപ്പിച്ചു. കുട്ടി ഇറങ്ങിപ്പോന്നതിന്റെ പിറ്റേന്ന് പടിയടച്ച് പിണ്ണം വെച്ചു അത്ര അയാള്. അയാൾക്കിനി അങ്ങനൊരു മോളില്ലാന്ന്. ദുഷ്ടൻ. ഇങ്ങനൊരച്ഛൻ ഇല്ലാണ്ടിരിക്കുക തന്നെയാ ഭേദം. ഏതായാലും കല്യാണം കഴിഞ്ഞുല്ലോ. ഇനി എന്തു വന്നാലും സമാധാനമുണ്ട്. പിടിച്ചേ. ശരിയാണോ നോക്കിയേ? എവിടെങ്കിലും ചെരിവുണ്ടോ? നിക്ക്. ആ ഇടത്തെ ഏറ്റവും ലേശം മുകളിലേക്ക്. അയ്യോ പിടിക്ക്, ഞാൻ വീഴും. വീഴട്ടെ. ഞാൻ വീഴുവേ, കളിക്കില്ലേ. സുഖമായിട്ട് വീഴുന്നോട്ടെ, ഞാൻ പിടിച്ചോ. ഇറങ്ങിക്കോ. പതുക്കെ ഇറക്കി വിടുന്നേ വേട്ടാ. കളിക്കില്ലേ വേട്ടാ. വേണ്ടരേ വേട്ടാ. അപ്പുറത്തിപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. കണ്ടാലെന്താ? എന്തേ? എന്താണെന്ന്?
അല്ലാതെ പഴയ പോലെ അങ്ങനെ കണ്ണും തുറന്നു പിടിച്ച് എല്ലായിടവും നടക്കാൻ വയ്യാണ്ടായിരിക്കണു. എന്തൊക്കെയാ എപ്പോഴൊക്കെയാ മുമ്പിൽ വന്ന് ചാടുക നിശ്ചയില്ലാത്തോണ്ടേ. വല്ലതും കണ്ടോ? ടീച്ചർ വല്ലതും കണ്ടോ? അതല്ലേ ഞാൻ ഈ അടുക്കളയിൽ തന്നെ ഒതുങ്ങിയത്. ടീച്ചർ എന്താ കണ്ടേ? ഞാൻ എന്താ കണ്ടെന്നറിയോ? ഓ, അപ്പൊ അത് കേൾക്കാൻ താല്പര്യമുണ്ട്. ഇതെല്ലാം കൂടെ അയാളുടെ വീട്ടിൽ കൊള്ളുവെന്നാ എനിക്കിപ്പോ പേടി. രവിയുടെ ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ട് അവിടെ കുറെ പേരുള്ളതാ. വെറും കൈയോടെ പോയാ നമുക്കാ കുറച്ചില്. മാഷക്ക് അതുമല്ലോ അറിയോ? അല്ല, ഈ ചക്ക ഇപ്പൊ എങ്ങനാ കൊടുത്തയക്ക? അയ്യോ, ഇത് വരട്ടാനാ, അല്ലാണ്ട് ചക്കയായിട്ട് ആരെങ്കിലും കൊടുത്തയക്കുവോ? മാഷ് ഇതൊന്നും മുറിച്ചേ. പോകാൻ എനിക്കും വിഷമമുണ്ട്. പക്ഷെ പോയല്ലേ പറ്റൂ. ഏറ്റവും സമാധാനം തന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നതിലാണ്. മാസ്റ്ററേയും ടീച്ചറുടെ അടുത്ത് താൻ ക്ഷമിക്ക്. കൂടിയാൽ 1 വർഷം ലീവ് കിട്ടുമ്പോ ഞാൻ പറന്നു വരില്ലേ? എങ്കിൽ പിന്നെ വൈകിക്കണ്ട, ഞാൻ ഇറങ്ങട്ടെ. തുടങ്ങിയല്ലോ കരച്ചില്. ചിരിച്ചുകൊണ്ട് ഇയാളെ യാത്രയാക്കാൻ പറയൂ എന്റെ ടീച്ചറെ. നല്ല ആളോടാ പറഞ്ഞത്. രവി വരിക. വരട്ടെ മാഷ. കരയരുത് കരയരുതെന്ന് ഉപദേശിക്കാൻ എളുപ്പാ. അയാളിപ്പോ സുഖമായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് അങ്ങ് എത്തിയിട്ടുണ്ടാവും. കുട്ടി, രവിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ.